ഇന്ന് ആരും വന്നിട്ട് ഈ ഡീലിന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആ ഡീലിനെ കുറിച്ച് സംസാരിക്കാം. ഇവര് ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. നാളെ ഒരു കേരളം വികസിപ്പിച്ച കേരളത്തിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വിട്ടിട്ട് വീണ്ടും വേറെ നാട്ടിൽ കൊണ്ടുവരും തൊഴിലവസരത്തിലേക്ക്. നമസ്കാരം. ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം മണ്ഡലം. നമുക്കറിയാം വി ശിവൻകുട്ടി, ശബരിനാഥ്, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ, അത്തരത്തിൽ 3 പേർ, വളരെ പ്രമുഖരായിട്ടുള്ള 3 പേർ, വിജയ സാധ്യത കൂടുതലുള്ള 3 പേർ, അവരുടെ ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ ഏത് തരത്തിലാണ് ഈ 3 ആളുകളെയും കാണുന്നത്? ആരായിരിക്കും വിജയിക്കുക എന്നത് തന്നെ നമുക്ക് നോക്കാം. സാധ്യത പറയാൻ പറ്റില്ല. നേമത്തെയാണ് നിങ്ങൾ ചോദിച്ച നേമത്തെ BJP വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഗുജറാത്തും ഇതുപോലെ തന്നെ ആവണം, UP പോലെ ആവും. അല്ല വേറെ ഇന്നലൊക്കെ വേറെ ഒരു സാമ്യം ഒന്നും കണ്ടില്ല. അതുപോലെ ആവും നാളെ കാലത്ത്. BJPക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ നേമം. അതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്റെ താല്പര്യം വേണ്ട വരല്ലേ എന്നാണ്. BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ഒരു മണ്ഡലമാണ് നേമം. ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ ഒക്കെ പറയുന്നത് പോലെ നേമത്ത് ഉറപ്പായിട്ടും വിജയം ഉറപ്പാണ് എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ ചേട്ടനോട് ചോദിക്കുമ്പോൾ ആര് വന്നാലും BJP വന്നിട്ട് കാര്യമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നൽകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു യുവ സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹത്തിന് അനുഭവമുണ്ട്. ഒരു തവണ MLA ആയി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ നിയമസഭയിൽ നിയമത്തിന്റെ ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ അറിയും. അദ്ദേഹത്തിന് ഓരോരോ വിഷയങ്ങൾ അറിയും. പക്ഷെ അത് മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ആൾക്കാർ നാളെ കുറിച്ച് ചിന്തിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ഞങ്ങളുടെ ഉദ്ദേശം കേരളത്തിന്റെ ഭാവിയെ മെച്ചപ്പെടുത്താനാണ്. വെറുതെ ഇരുന്നിട്ട് നമ്മളെ ഇടതുപക്ഷ ആക്ഷേപം പറയാൻ മാത്രമല്ല, അവര് പല 10 വർഷക്കാലം ദുർഭരണം ചെയ്ത് നമ്മളെ വഷളാക്കിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രം ചൂണ്ടിക്കാണിച്ചാല് ജനങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട്, നിങ്ങൾക്കൊരു സങ്കല്പമുണ്ട് കേരളത്തെ നന്നാക്കാൻ. അതാണ് ശബരി ആ പുതിയ കേരളത്തിന്റെ ഒരു മുഖമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പറയുന്നു. അദ്ദേഹം നല്ല വിജയ സാധ്യതയുണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്റ്റാർ കാൻഡിഡേറ്റുകൾ ഇറങ്ങുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പക്ഷെ അത് നല്ലതല്ലേ? അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായി. അദ്ദേഹം നല്ലൊരു ഭാവിയുള്ള രാഷ്ട്രീയത്തിൽ ഒരു നല്ലൊരു വെല്ലുവിളി കൊടുത്ത് ആരംഭിച്ചോട്ടെ. ത്രികോണ മത്സരം തന്നെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കൊരു ഭയമില്ല. കഴിഞ്ഞ ദിവസം സുധാകരൻ ഒരു പറഞ്ഞു മുഖ്യമന്ത്രിയാക്കണം, അദ്ദേഹം കഴിവുള്ള നേതാവാണെന്നൊക്കെ. അത്തരത്തിലേക്ക് മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ UDF തുടങ്ങിയോ? എന്റെ അറിവിൽ തുടങ്ങിയിട്ടൊന്നും ഇതേ കാര്യം. അവസാനത്തിൽ നമ്മളുടെ പാർട്ടി ലൈൻ ക്ലിയർ ആണ്. വിജയം വന്ന ശേഷം MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഹൈക്കമാൻഡ് തീരുമാനമിടാം. അപ്പൊ നമ്മൾ എന്ത് ചർച്ച ചെയ്താലും അത് സമയം നഷ്ടമാണ്. അപ്പൊ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? KC വേണുഗോപാൽ അതിന്റെ അഭിപ്രായ വ്യത്യാസം അറിയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ വിഷയം വെറുതെ എനിക്കും എതിർപ്പാണ്. നമ്മൾക്ക് ജനങ്ങളുടെ വിഷയങ്ങളാണ് പറയേണ്ടത്. ജനങ്ങളുടെ വിഷയം ആരും ഏത് കസാലയിൽ ഇരിക്കുന്നല്ല. ഞാൻ സുധാകരൻ ചേട്ടൻ വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല. പക്ഷെ പറയണത്, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വേറെ വിഷയങ്ങളില്ലേ? ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ആരും വന്നിട്ട് ഈ ഡീലിന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആ ഡീലിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. മുഖ്യമന്ത്രി ആരാകും, ഇതെന്താണ്, അതെവിടെയാണ്, അതെല്ലാം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നമുക്ക് ഈ 2 ആഴ്ചയെ ബാക്കിയുള്ളൂ ഈ ഇലക്ഷനിൽ. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് കൂടുതൽ സമയം തന്നില്ല. ജനങ്ങളുടെ വിഷയം വോട്ടർമാരുടെ മുമ്പിൽ എത്തിക്കാനാണ് ഞങ്ങളുടെ കടമ. അതിനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പരാമർശവും വലിയ ചർച്ചയായിട്ടുണ്ട്. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാൻ വീട്ടിന്റെ വെളിയിലാണ്. അപ്പൊ ഞാൻ ചോദിക്കാനുള്ളതൊക്കെ വെളിയിലേ ചോദിക്കുന്നുണ്ട്. പേടിക്കണ്ട. ആളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണമെന്ന്. അതുകൊണ്ടാണ് ഈ കളിയിൽ കയറിയത്. എല്ലാവരും ആളെ കുറിച്ച്
നമ്മുടെ സ്ഥാനാർത്ഥി കൈപ്പറ്റി അറിയാവുന്ന ഇവര് ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? നാളെ ഒരു കേരളം വികസിപ്പിച്ച കേരളത്തിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വിട്ടിട്ട് വീണ്ടും വേറെ നാട്ടിൽ കൊണ്ടുവരും തൊഴിലവസരത്തിലേക്ക്. ആ തൊഴിൽ കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. വിജയോ ആപ്പിൾ വയ്ക്കാൻ പറ്റും. വിജയോ